ആരാധ്യയായ അധ്യക്ഷ സുമി, എന്നോടൊപ്പം വേദി പങ്കിടുന്ന കുമാർ മാഷ്, ജൂലിയ ടീച്ചർ, മലയാള വിഭാഗത്തിലെ പ്രിയ സുഹൃത്തുക്കളായ അധ്യാപകർ, ഗവേഷകർ, MA വിദ്യാർത്ഥിനികൾ, ഏവർക്കും അഭിവാദനങ്ങൾ. എനിക്കിവിടെ വരുമ്പോൾ സന്തോഷം തരുന്ന ഒരു കാര്യം, ഒരു പൊതുവിദ്യാലയം അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്ന ഒരു പബ്ലിക് സ്ഫിയറിൽ നിൽക്കുന്ന ഒരു പൊതുകലാലയം ഇത്തരം കാര്യങ്ങളിൽ കാണിക്കുന്ന ചിട്ടയും ആഭിമുഖ്യവുമാണ്. പൊതുവെ പൊതുവിദ്യാലയങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ പിന്നാക്കം പോകുന്നു എന്ന നറേറ്റീവാണ് കേരളത്തിൽ മൊത്തവും സ്വകാര്യ സ്ഥാപനങ്ങൾ ഉരുക്കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുവിദ്യാലയങ്ങളിൽ ഒന്നും നടക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ മഹാരാജാസ് കോളേജ് പോലുള്ള കോളേജിലാണ് ചുറ്റിയോടുകൂടി കോഴ്സ് വർക്ക് പോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോകുന്ന ഒരാളെന്ന നിലയിൽ നമ്മൾ കാണുന്ന സ്വകാര്യ കോളേജിലൊക്കെ തന്നെ കോഴ്സ് വർക്കിൻ്റെ കാര്യത്തിൽ തട്ടിപ്പ് നടത്തുമ്പോൾ, കാരണം കഴിഞ്ഞ 4-5 വർഷക്കാലമായി എനിക്കറിയാം ഇവിടെ കോഴ്സ് വർക്ക് ചിട്ടയായി നടക്കുന്നതായി. 6 മാസം കൂടുമ്പോൾ നിങ്ങളെക്കൊണ്ട് പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു. അതിനായി ഒരു എക്സ്പെർട്ടിനെ വിളിക്കുന്നു. എക്സ്പേർട്ട് വരുന്നു. അവർ എക്സ്പേർട്ടിന് മുമ്പിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു, തൻ്റെ പ്രോഗ്രസ് അവതരിപ്പിക്കുന്നു, അതിനോടുള്ള ചർച്ചകൾ നടത്തുന്നു. അതിനുശേഷം മാത്രം പ്രോഗ്രസ് റിപ്പോർട്ട് ഒപ്പിടുന്നു. എന്നിങ്ങനെ വളരെ ചിട്ടയായ, ഒരു പക്ഷേ നമ്മുടെ ഗവേഷണ രംഗം ആവശ്യപ്പെടുന്ന മട്ടിൽ ചിട്ടയായ പ്രവർത്തനങ്ങൾ നടത്തുന്ന മഹാരാജാസ് കോളേജിൻ്റെ മലയാള വിഭാഗത്തെ അനുമോദിക്കുക മാത്രമാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങൾ താഴേക്ക് വന്നു പറയാം. താഴേക്ക് നിന്ന് പറയുന്നു എന്നുള്ളതാണ് പ്രാദേശിക ചരിത്രം എന്നത്. താങ്ക് യു. ഇവിടെ കൂടിയിരിക്കുന്ന പലരെയും എനിക്ക് പരിചയമുണ്ട്. എൻ്റെ തന്നെ ക്ലാസ്സിൽ ചർച്ചയിലൊക്കെ പങ്കെടുത്തവരാണ് പലരും. എന്നാൽ ചില പുതിയ മുഖങ്ങളുമുണ്ട്. അവരെയും യൂണിവേഴ്സിറ്റിയിലോ വെച്ച് കണ്ട ഓർമ്മയുമുണ്ട്. എങ്കിലും ഒരു തുടക്കത്തിൻ്റെ സുതാര്യതയ്ക്ക് വേണ്ടി പുതുതായി ഗവേഷണത്തിൽ പ്രവേശിച്ച ആൾക്കാർ ഒന്ന് പരിചയപ്പെടാമെന്ന് വിചാരിക്കുന്നു. പരിചയപ്പെടൽ അക്കാഡമികമായ പരിചയപ്പെടലാണ് ഉദ്ദേശിക്കുന്നത്. പേര് സൗകര്യത്തിന് വേണ്ടി ഒന്ന് പറയുക, പിന്നീട് നിങ്ങളുടെ ഗവേഷണ വിഷയം അറിയാൻ വേണ്ടി കൂടിയാണ്. പ്രത്യേകിച്ച് പ്രാദേശിക ചരിത്രത്തെ ഓറിയൻ്റ് ചെയ്താണ് പറയുന്നത് എന്നതുകൊണ്ട് ആ ഏരിയയിൽ ഗവേഷണം ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് പഴയ ആൾക്കാരാണെങ്കിലും ഒന്ന് അവരുടെ വിഷയം കൂടി പറഞ്ഞാൽ നന്നായിരുന്നു എന്ന് തോന്നുന്നു. ചിലരുടെ വിഷയങ്ങൾ, ടൈറ്റിലുകൾ ഞാൻ പറയാൻ പോകുന്ന വിഷയവുമായി നേരിട്ട് ബന്ധമുള്ളവയാണ്. മറ്റു ചിലരുടേത് അല്ല എന്ന് ധരിക്കും. പക്ഷേ ഏതൊക്കെയോ മട്ടിൽ ഈ വിഷയവുമായി ഭാവിയിൽ ഇണങ്ങിച്ചേരേണ്ടുന്നതോ ചേർക്കേണ്ടുന്നതോ ആണ് എന്നൊരു പക്ഷേ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. ഞാൻ മുകളിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടാണ് താഴേക്ക് വരുന്നത്. അതൊന്നും നേരത്തെ ആലോചിച്ച് പറയുന്നതല്ല. പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: താഴേക്ക് വന്ന് നിന്നിട്ട് പറയാൻ കഴിയുന്നതാണ് പ്രാദേശിക ചരിത്രം എന്നതാണ്. സത്യത്തിൽ അതാണ് പ്രാദേശിക ചരിത്രത്തിൻ്റെ മെത്തഡോളജി. ഒറ്റ വാക്യത്തിൽ പ്രാദേശിക ചരിത്രത്തിൻ്റെ മെത്തഡോളജി എന്തെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറയാം: ഹിസ്റ്ററി ഫ്രം ബിലോ ആണ്. ഹിസ്റ്ററി ഫ്രം ബിലോ, താഴെ നിന്നുള്ള ചരിത്രം, താഴെക്കിടയിലുള്ള ചരിത്രം, താഴെ നിന്നുള്ള നോട്ടം, അങ്ങനെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചവട്ടം, ഇതിനെയാണ് പ്രാദേശിക ചരിത്രം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഹിസ്റ്ററി ഫ്രം ബിലോ എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ മുമ്പോട്ട് വെക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ഹിസ്റ്ററി ഫ്രം ഹൈ എന്നൊരു ഡിസ്കോഴ്സ് അതിന് മുന്നേ ഉണ്ട് എന്നാണ്. അഥവാ ഹിസ്റ്ററി ഈസ് ഹൈ എന്നും ധരിച്ചിരുന്നു എന്നാണ്. അപ്പോൾ ഇങ്ങനെ പറയാം, ചരിത്രത്തെ സംബന്ധിച്ച ഒരു പുതിയ തരം ആലോചനയാണ് പ്രാദേശിക ചരിത്ര രചനയിലേക്ക് വഴിവെക്കുന്നത്. ചരിത്രത്തെ സംബന്ധിച്ച പുതിയ ഒരു ആലോചന. പുതിയ ഒരു ആലോചന എന്നതിലെ പുതിയത് എന്നത് വിടർത്തി പറഞ്ഞാൽ വിമർശനാത്മക നോട്ടം എന്ന് വേണേൽ പറയാം. ഒരു ക്രിട്ടീക്ക് ആണത്. ഹിസ്റ്ററിയെ സംബന്ധിച്ച നാളതുവരെ ഉണ്ടായിരുന്ന
ധാരണയുടെ വിമർശമുഖമാണ് പ്രാദേശിക ചരിത്രത്തിന് വഴിതെളിക്കുന്നത്. വളരെ ക്ലാരിറ്റിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സാണ് ഞാൻ പറയുന്നത്. ഇടയ്ക്കെവിടെങ്കിലും ഏതെങ്കിലും താക്കോൽ വാക്കുകളിൽ മുട്ടി നിന്നാൽ നിങ്ങൾക്ക് ഉടനെ കൈ ഉയർത്തി ചോദിക്കാവുന്നതാണ്. ഇതൊരു ഫ്രീ ക്ലാസ് എന്ന രീതിയിൽ എടുത്താൽ മതിയാവും. അപ്പോൾ ചരിത്രത്തെ സംബന്ധിച്ച ഒരു വഴിമാറ്റ ചിന്തയുടെ നടുവിലാണ് പ്രാദേശിക ചരിത്ര രചന എന്നൊരു ആഭിമുഖ്യം ഉണ്ടായിത്തീരുന്നത്. അതുകൊണ്ടതൊരു പഴയ സമ്പ്രദായമല്ല, പുതിയ സമ്പ്രദായമാണ്. അതൊരു ന്യൂ ഡിസ്കോഴ്സ് ആണ്, ഒരു പുതിയ കാഴ്ചവട്ടം ആണ്, ഒരു പുതിയ വ്യവഹാരസ്ഥാനം ആണ്. അതുവരെ ഇല്ലാത്ത മട്ടിലുള്ള ഒരു പുതിയ നോട്ടപ്പാടാണ് പ്രാദേശിക ചരിത്രം എന്നത്. അപ്പോൾ ചരിത്രമെന്ന് പറയുന്നൊരു കീവേഡിനെ എടുക്കുക. ചരിത്രം എന്ന് പറയുമ്പോൾ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രം കുത്തകയെന്ന് ധരിക്കരുത്. നിങ്ങൾ ഈ പറഞ്ഞ വിഷയത്തിലെല്ലാം ചരിത്രം അടയിരിക്കുന്നു. നിങ്ങളെല്ലാവരും ചരിത്രത്തോടാണ് എൻഗേജ് ചെയ്യാൻ പോകുന്നത്. നോവൽ പഠിക്കുന്ന ആളും നോവൽ ചരിത്രത്തിൽ എൻഗേജ് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് ചരിത്രം എന്നത് ചരിത്ര നിരപേക്ഷമായ ഒരു സംഗതിയെ മുൻനിർത്തി മനസ്സിലാക്കേണ്ടുന്ന കാര്യമല്ല. സർവ്വതലങ്ങളിലും സർവ്വ ഇടങ്ങളിലും സന്നിഹിത സ്ഥാനമുള്ള ഒരു ഏർപ്പാടിനെയാണ് നമ്മൾ ചരിത്രം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിലാണ് ചരിത്രത്തെ ഒരു പുസ്തക രൂപത്തിൽ മനസ്സിലാക്കേണ്ടതില്ല. ടാഞ്ചിബിളായ ഒബ്ജക്റ്റായിട്ട് മാത്രമല്ല ചരിത്രം പ്രവർത്തനക്ഷമമാകുന്നത്, അനുഭവപരമായിട്ട് കൂടിയാണ്, എംപിരിക്കൽ കൂടിയാണ് ചരിത്രം എന്നത്. ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ സംസാരങ്ങളുടെ ചരിത്രത്തിനകത്താണ് ഞാൻ നിൽക്കുന്നത്. റൈറ്റ്? നിങ്ങളിരിക്കുന്നതും നിൽക്കുന്നതും നോക്കുന്നതും കാണുന്നതുമെല്ലാം ചരിത്രമെന്ന് പറയുന്ന ഡിസ്കോഴ്സിനകത്താണ്. ചരിത്രത്തിന് പുറത്ത് ഒന്നും ഇല്ല, പാഠത്തിന് പുറത്തൊന്നുമില്ല എന്ന് പണ്ട് ദെറുത പറഞ്ഞ പോലെയാണ് ചരിത്രത്തിന് പുറത്തും ഒന്നുമില്ല, എല്ലാം ചരിത്രത്തിനകത്താണ്. ഈ അർത്ഥത്തിലാണ് ചരിത്രം എന്ന് നമ്മൾ പ്രയോഗിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്ന് വിഭിന്നമായി ചരിത്രം എഴുത്ത് എന്ന് നമ്മൾ പ്രയോഗിക്കും. അത് മറ്റൊരു കാര്യമാണ്. ഈ പറയുന്ന അനുഭവങ്ങളെയും ഈ പറയുന്ന കാര്യങ്ങളെയും രേഖപ്പെടുത്തുന്നതിനെയാണ് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ചരിത്ര രചന എന്നത് മറ്റൊരു കാര്യമാണ്. സത്യത്തിൽ എന്താണ് ഈ ചരിത്ര രചന എന്നത്? നമ്മൾ എന്തിനെയാണ് ചരിത്ര രചന എന്ന് വിളിക്കുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ചരിത്ര രചനയിൽ എന്താണ് ഉള്ളടങ്ങിയിരിക്കുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പം മലയാളത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ വിവിധ ചരിത്രകാരന്മാർ എഴുതപ്പെട്ട പുസ്തകങ്ങൾ നോക്കുക. ഇപ്പം MGS സാറായാലും രാഘവാര്യരായാലും രാജൻ ഗുരുക്കളായാലും KN ഗണേഷ് ആയാലും അങ്ങനെ ശ്രീധരമേനോനായാലും PK ബാലകൃഷ്ണനൊക്കെ ആയാലും അങ്ങനെയുള്ള വിനിൽ പോൾ വരെയുള്ള ചരിത്രകാരന്മാർ എഴുതുന്ന ചരിത്ര പുസ്തകങ്ങൾ നോക്കുക. ഈ ചരിത്ര രചനയിൽ എന്താണ് ഉള്ളടങ്ങിയിരിക്കുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? എന്താണ് ഉള്ളടങ്ങിയിരിക്കുന്നത്? ചോദ്യം ചോദിച്ചു പോകാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ ഉത്തരം പറയുകയാണ്. ഭൂതകാലം ഉള്ളടക്കാൻ ശ്രമിച്ചിരിക്കുന്നു ആണല്ലോ. കഴിഞ്ഞുപോയ കാലം എങ്ങനെയെന്ന് പറയാൻ ശ്രമിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ധരിക്കും ചരിത്ര പുസ്തകത്തിലുള്ളത് പാസ്റ്റ് മാത്രമാണെന്ന് ധരിക്കും. അങ്ങനെയാണ് നമ്മൾ ധരിക്കുന്നത്. അതുകൊണ്ടാണ് പഴമയിലേക്ക് സഞ്ചരിക്കുന്നവരായി നമ്മൾ ചരിത്രകാരന്മാരെ കാണുന്നത്. പഴയ കാര്യത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ചരിത്രകാരന്മാരോട് ചോദിക്കുക എന്ന് നമ്മൾ ധരിക്കും. ഭാവിയെക്കുറിച്ച് അറിയാൻ അസ്ട്രോളജിയുടെ അടുക്ക് പോവുക എന്ന് പറയുന്നത് പോലെ അസംബന്ധമാണിതും, അല്ലേ? പഴയ കാര്യം അറിയാൻ ഹിസ്റ്റോറിയൻസിനടുത്ത് പോവുക എന്ന് പറയുന്നത് ഭാവിയെക്കുറിച്ചറിയാൻ ജ്യോതിഷിയുടെ അടുക്ക് പോവുക എന്ന് പറയുന്നത് പോലെ അസംബന്ധമാണ്. എന്ന് വെച്ചാൽ ചരിത്രകാരന്മാർക്ക് പഴയ കാര്യം അറിയില്ലെന്നല്ല, ചരിത്രത്തിനകത്ത് സംഭവിക്കുന്നത് പഴയ കാര്യം മാത്രമല്ല, പഴയതെന്തായിരുന്നു എന്നുള്ള വർത്തമാനകാലത്തിൻ്റെ നോട്ടമാണ് ചരിത്രമെഴുത്ത്. അങ്ങനെയാണ്. പെരുമാൾസ് ഓഫ് കേരള എന്ന് പറയുന്ന പുസ്തകം MGS നാരായണൻ എഴുതുമ്പോൾ പെരുമാക്കന്മാർ കേരളം ഭരിച്ചിരുന്ന കാലത്തെ അദ്ദേഹം എഴുതുന്ന കാലത്ത് നിന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ റിസൻ്റാണ്. ഈ അടുത്ത കാലത്ത് നിന്നുകൊണ്ട് 8-ാം നൂറ്റാണ്ടിലെയും 9-ാം നൂറ്റാണ്ടിലെയും ചരിത്രത്തിലേക്ക് നോക്കുകയാണ്. അപ്പോൾ ആ നോട്ടസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? വർത്തമാനകാലമാണെന്ന് തൽക്കാലം പറയാം. ഒരു പുതിയ കാലമാണ്. പുതിയ കാലത്തു നിന്ന് വർത്തമാനകാലം എന്ത് എന്ന് നോക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ നോട്ടം സമ്മാനിച്ചത് വർത്തമാനകാലമാണ്. ഇങ്ങനെ പറയാം,
ആ വർത്തമാനകാലത്തിൻ്റെ എപ്പിസ്റ്റമോളജിക്കകത്തു നിന്നുകൊണ്ടാണ് നിങ്ങൾ ഈ പഴയ നോട്ടം നോക്കിയത് എന്ന് പറയാം. ആശയം വ്യക്തമായെന്ന് വിചാരിക്കുന്നു. വർത്തമാനകാലത്തിൻ്റെ ജ്ഞാന പരിസരത്ത് നിന്നാണ് നിങ്ങൾ നോക്കുന്നത്. അപ്പം നിങ്ങളുടെ കണ്ണ് എന്ന് പറയുന്നത് പുതിയതാണ് അല്ലേ? പുതിയ ആശയാവലികൾ, പുതിയ രാഷ്ട്രീയം, പുതിയ പ്രത്യയശാസ്ത്രം, ഇതിനകത്ത് നിന്നിട്ടാണ് ചരിത്രകാരൻ പഴയതിലേക്ക് നോക്കുന്നത്. അപ്പോൾ ചരിത്രത്തിനകത്ത് വർത്തമാനകാലമുണ്ട് എന്ന് വരുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. ഭാവി കാലവും ഉണ്ട്. എന്തിനാണ് ഇങ്ങനെ നോക്കുന്നത്? എന്തിനാണ് നമ്മൾ പഴയ കാലത്തിലേക്ക് നോക്കുന്നത്? ഭാവിയെ കരുപ്പിടിപ്പിക്കാനാണ്, പുതിയ കാലത്തിലേക്ക് സഞ്ചരിക്കാനാണ്, പുതിയ മാർഗങ്ങൾ വെട്ടിത്തുറക്കാനാണ്. നിങ്ങൾ എന്തിനാണ് തീസിസ് എഴുതുന്നത്? വരും തലമുറയ്ക്ക് റെഫർ ചെയ്യാനാണ് അല്ലേ? നിങ്ങൾ PF മാത്യൂസിൻ്റെ നോവലിനെ കുറിച്ച് പഠിക്കുമ്പോൾ, നോവൽ പണ്ടേ എഴുതി കഴിഞ്ഞതാണ്. എഴുതിക്കഴിഞ്ഞ ചത്ത ഒരു ശവത്തെ എടുത്ത് കുത്തിപ്പൊക്കി വെക്കുകയല്ല, സ്റ്റഫ് ചെയ്യുകയല്ലല്ലോ നിങ്ങൾ ചെയ്യുന്നത്. അതിനെ ജീവൻ വെപ്പിക്കുകയല്ലേ. ആ ജീവൻ ആർക്കു വേണ്ടിയുള്ളതാണ്? നിങ്ങൾക്ക് വേണ്ടിയും വരുന്ന തലമുറയ്ക്ക് വേണ്ടിയും. അങ്ങനെയല്ലേ നിങ്ങൾ പുസ്തകങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത്? പുതിയ അറിവ് നേടാൻ വേണ്ടി നേരത്തെ എഴുതപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുക വഴി ഭാവിയുടെ ഒരു കരിപ്പിടിപ്പിക്കലായി വരും എന്ന് വെച്ചാൽ അർത്ഥം, ചരിത്രമെന്ന് പറയുന്ന വ്യവഹാര സ്ഥാനത്തിനകത്ത്, ചരിത്രമെന്ന് പറയുന്ന ചരിത്ര രചന എന്ന് പറയുന്ന ഡിസ്കോഴ്സിനകത്ത് പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും കൂടിയിരിക്കുന്നു. അതുകൊണ്ടൊരു ത്രികാലത്വം, ഒരു ട്രിനിറ്റിയിലാണ് ചരിത്രത്തിൻ്റെ നിൽപ്പ്. അങ്ങനെയാണ്. ഈ അർത്ഥത്തിലാണ് നമ്മൾ ചരിത്രരചനയെ നോക്കിക്കാണുന്നത്. ഭാവിയിലേക്ക് കൂടി ചില ഉപദർശനങ്ങൾ ഉണ്ടാക്കേണ്ടുന്ന വ്യവഹാരമാണ് ചരിത്രം എന്നത് കൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടത് കൂടിയാണ്. പഴയ കാലത്തെക്കുറിച്ച് പഴയ മട്ടിൽ പറഞ്ഞു പോയാൽ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് വർത്തമാനകാലത്ത് ജീവിക്കുന്നവർക്ക് വേണ്ടിയുള്ള എൻഗേജ്മെൻ്റായി തീരുകയും ഇനി ജനിക്കാനിരിക്കുന്ന കുട്ടികൾക്കടക്കം ദർശനമായി തീരുകയും ചെയ്യേണ്ടി വരുന്നു എന്ന് വരുമ്പോൾ വളരെ ജാഗ്രതയോടുകൂടി, വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു ഏർപ്പാടായി ചരിത്രമെഴുത്തും ചരിത്രം എന്ന് പറയുന്ന ഡിസ്കോഴ്സും മാറിത്തീരും. ഇത്രയും കാര്യങ്ങൾ ചരിത്രം എന്നുള്ള കീവേഡിനകത്തുണ്ട് എന്നാലോചിക്കണം, ഏറ്റവും കുറഞ്ഞ പക്ഷം. അങ്ങനെയാണെങ്കിൽ ലോകത്ത് എമ്പാടും എഴുതപ്പെട്ട ചരിത്രങ്ങൾ എന്ന് ആരംഭിച്ചതാണെന്നറിയാമോ? ചരിത്രത്തിൽ വരുന്ന കാര്യങ്ങൾ പണ്ട് മുതലേ ഉള്ളതാണ്. നമ്മൾ ജീവിച്ചു പോകുന്നതെല്ലാം ചരിത്രമാണ്. പക്ഷെ ഇത് എഴുതി വെക്കുന്ന ഏർപ്പാട് എന്ന് തുടങ്ങിയതാണ്? ചരിത്രം എഴുത്ത്, ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് എന്ന് പറയുന്ന പ്രക്രിയ, ഈ ആക്ടിവിറ്റി ഒരു അക്കാഡമിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റൽ ആക്ടിവിറ്റി ആദ്യം അങ്ങനെയാണ് കേട്ടോ. ഭരിക്കപ്പെടുന്നവർക്ക് വേണ്ടിയാണ് ആദ്യം ചരിത്രം എഴുതി തുടങ്ങുന്നത്. ഒരു ഗവൺമെൻറ്റലായ ആക്ടിവിറ്റി, ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റി എന്നാണ് തുടങ്ങിയതെന്നറിയാമോ? പണ്ട് പുരാതനയൊന്നും ചരിത്രമൊന്നുമില്ല. ചരിത്രമുണ്ട്, ചരിത്രം എഴുതി വെക്കുന്നില്ല. സത്യത്തിൽ കോളനി വക്താക്കളാണ് ചരിത്രം എഴുതി തുടങ്ങുന്നത്. വലിയ രാജ്യങ്ങളുടെ വലിയ ചരിത്രം. യൂറോപ്പിൻ്റെ ചരിത്രം എഴുതുന്നു. എന്തിനു വേണ്ടിയാണ്? അവരുടെ നേഷൻ സ്റ്റേറ്റിൻ്റെ മഹിമ കാണിക്കാനാണ്. ജർമ്മനിയുടെ ചരിത്രം എഴുതുന്നു. കാരണം ജർമ്മനിയുടെ അതിരിനെ കുറിച്ച് പറയാനും, അവരുടെ ജർമ്മന്നസ് കാണിക്കാനും, അവരുടെ ജർമ്മനിയിലെ ആൾക്കാരുടെ ബിഹേവിയർ പാറ്റേൺ പറയാനും, അവരുടെ താൻപോരിമ വെളിവാക്കാനുമായി ജർമ്മൻ ചരിത്രകാരന്മാർ ജർമ്മനിയുടെ ചരിത്രം എഴുതുന്നു. വലിയ രാജ്യങ്ങൾ വലിയ ചരിത്രം എഴുതുന്നു. നമ്മളതിനെയാണ് മെഗാ ഹിസ്റ്ററി എന്ന് വിളിക്കുന്നത്. രാജ്യങ്ങൾ, വലിയ രാജ്യങ്ങളുടെ വലിയ ചരിത്രം. ബ്രിട്ടീഷുകാർ അവരുടെ ചരിത്രം എഴുതുന്നു. ഓക്കെ. സ്പെയിൻ അവരുടെ സ്പാനിഷ് ഭാഷയിൽ അവരുടെ ചരിത്രങ്ങൾ സംരചിക്കുന്നു. ഇറ്റലിയുടെ ചരിത്രം എഴുതുന്നു. അങ്ങനെ നോക്കി, ഇതൊക്കെല്ലാം ഒന്നാം കിട രാജ്യങ്ങളാണ്. പക്ഷെ തേർഡ് വേൾഡിലേക്ക് വരുമ്പോഴോ ഇന്ത്യക്ക് അങ്ങനെ ചരിത്രം ഇല്ല. ശ്രീലങ്കയ്ക്ക് ചരിത്രം ഇല്ല. ചരിത്രമില്ലെന്നല്ല, ചരിത്ര പുസ്തകങ്ങളിൽ അവ സംരചിതമായിട്ടില്ല. അങ്ങനെ ചരിത്രം വേണമെന്ന് നമുക്ക് തോന്നിയിട്ടുമില്ല. എന്ന് വെച്ചാൽ ചരിത്രമില്ലെന്നല്ല, ചരിത്രമൊക്കെ ഉണ്ട്, പക്ഷെ അത് വേറെ രീതിയിലാണ് കിടക്കുന്നത്. ഞാൻ അതിലേക്കാണ് വരുന്നത്. ചരിത്രമില്ലെന്നല്ല, പക്ഷേ ഈ ബ്രിട്ടീഷുകാരൊക്കെ ഉണ്ടാക്കിയതുപോലെ, യൂറോപ്യന്മാരുണ്ടാക്കിയതുപോലെ ഒരു മെത്തഡോളജിയിൽ ചരിത്രം എഴുതുന്ന സമ്പ്രദായം മൂന്നാം ലോക രാജ്യങ്ങൾക്കുണ്ടായിരുന്നില്ല.
അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയം വരെ ഇന്ത്യക്ക് സുദൃഢമായ എഴുതപ്പെട്ട ഒരു ചരിത്രം ഉണ്ടായിരുന്നില്ല. നമ്മൾ ഭാരതം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആവേശം കൊള്ളുമ്പോൾ ഇത് ഓർമ്മിക്കണം, ചരിത്രം എഴുതി തുടങ്ങിയത് അടുത്ത കാലത്താണ് അല്ലേ. നമ്മൾ പുരാണ കാലത്തൊക്കെ കൊണ്ടുപോകില്ല, അതിൻ്റെ ഭാരതത്തിൻ്റെ ചരിത്രത്തെ പുരാണ കാലത്തേക്ക് നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആലോചിക്കണം, അങ്ങനെയൊന്നുമില്ല. അടുത്ത കാലത്ത് ആധുനികമായി ഉണ്ടായ ഒരു ഏർപ്പാട് മാത്രമാണ് ചരിത്രം എഴുത്ത് എന്നത്. ഇന്ത്യയുടെ ചരിത്രം എഴുതുക ആരാണെന്നറിയാമോ? ഇന്ത്യയുടെ ചരിത്രം എഴുതി ഇന്ത്യക്കാരുമല്ല, ഇന്ത്യയുടെ ചരിത്രം എഴുതിയത് ബ്രിട്ടീഷുകാരാണ്. ജെയിംസ് മിൽ എന്ന് പറയുന്നൊരു പണ്ഡിതനാണ്, ഒരു ബ്രിട്ടീഷ് പണ്ഡിതനാണ് ഇന്ത്യയുടെ ചരിത്രം എഴുതുന്നത് ആദ്യം. അദ്ദേഹത്തിന് എഴുതിയ പുസ്തകത്തിൻ്റെ പേര് ദ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നാണ്. ദ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. ദ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന 2 വാല്യങ്ങളിൽ ആ പുസ്തകം പുറത്തു വന്നു. കാരണം അന്ന് ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. ഇവിടെ ഇന്ത്യ ഭരിക്കുന്ന ബ്രിട്ടീഷുകാർ ബ്രിട്ടൻ്റെ കോളനി ആയിരിക്കുന്ന കാലത്ത് കോളനി വക്താക്കൾ കോളനി ഇരകളുടെ ചരിത്രം എഴുതുകയാണ്. നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്ന് വ്യത്യാസമായത്, ജർമ്മൻകാർ ജർമ്മനിയുടെ ചരിത്രം എഴുതിയത് പോലെ അല്ല ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ ചരിത്രം എഴുതിയത്. ഇവിടെ ഒരു പെർസ്പെക്റ്റൈവൽ ചേഞ്ച് ഉണ്ട്, ഒരു പരിപ്രേക്ഷ്യ വ്യതിയാനം ഉണ്ട്. കാരണം എന്താ? ഇത് ഭരിക്കുന്നവൻ ഇരയെ നോക്കിയതാ. പരുന്തിൻ്റെ നോട്ടത്തിലെ കോഴിക്കുഞ്ഞിൻ്റെ ചരിത്രമായത്. വേട്ടക്കാരൻ ഇരയുടെ ചരിത്രം എഴുതുകയാണ്. ഭാസ്കര പട്ടേലർ തുമ്മിയുടെ ചരിത്രം എഴുതുകയാണ് എന്നൊക്കെ നീട്ടി പറയാം. കണ്ട, സിനിമ പഠിക്കുന്നവർക്കും പ്രാദേശിക ചരിത്രം അനിവാര്യമാവും എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഭരിക്കുന്നവർ, അതിനാണ് കോളനൈസർ എന്ന് വിളിക്കുന്നത്. കോളനി വക്താക്കൾ കോളനിയിലെ മനുഷ്യരുടെ കഥ എഴുതുന്നു, ചരിത്രം എഴുതുന്നു. അപ്പം എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, എന്താ പ്രശ്നം? മുകളിൽ നിന്ന് നോക്കുന്നത് കൊണ്ട് തന്നെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണാവുന്ന പൊക്കങ്ങളെ എഴുതൂ. അതാണല്ലോ. ഇപ്പം നമ്മളൊരു ഇത്ര അടി മുകളിൽ പറക്കുമ്പോൾ താഴേക്ക് നോക്കിയാൽ ചിലപ്പോൾ വയലേലകൾ കണ്ടു എന്ന് വരില്ല. ഉയർന്നു നിൽക്കുന്ന ചില കൊടിമരങ്ങളോ ചില വലിയ ബിൽഡിങ്ങുകളുടെ ശകലങ്ങളോ ആയിരിക്കും കാണുക. ഇത് മാത്രമാണ് രേഖപ്പെടുത്തുക. എന്ന് വെച്ചാൽ അർത്ഥം ഉത്കൃഷ്ടമായത് മാത്രമാണ് കാണുന്നത്, ഹൈറ്റൻഡായത് മാത്രമാണ് കാണുന്നത്. ഹൈറ്റൻ ഞാൻ ഉയരം എന്ന് വെച്ചതിനെ നിങ്ങൾ പൊളിറ്റിക്കലി വായിക്കണം. ഉയരം എന്ന് പറയുന്നത് ഭരണാധികാര ഉയരം ആവാം, മതപരമായ ഉയരം ആവാം, ജാതിപരമായ ഉയരമാകാം, ജെൻഡർ പരമായ ഉയരം ആവാം, സാമ്പത്തികമായ ഉയരം ആവാം. ഇതിനാണ് ഡിറ്റർമിനേഷൻ എന്ന് വിളിക്കുക. ഇത്ര ഉയരങ്ങളെ മാത്രമാണ് അടയാളപ്പെടുത്തി പോവുക. എന്ന് വെച്ചാൽ താഴ്ന്ന ഇടങ്ങൾ നിങ്ങൾ കാണുന്നില്ലെന്നാ, നിങ്ങൾ പാഡി ഫീൽഡ് കാണുന്നില്ലെന്ന അർത്ഥം. എന്നാൽ വർഗ ബഹുജനങ്ങൾ താമസിക്കുന്നത് അവിടെയായിരിക്കുവേ, അവരൊന്നും ഇതിൽ വരികയില്ല. അങ്ങനെയാണ്. ഉയർന്നു നിൽക്കുന്ന ഇലകൾ മാത്രം കാണുന്നു. സാമ്പത്തികവും രാഷ്ട്രീയവും ഭരണപരവും ഇതിനെല്ലാം ചേർത്ത് ഒറ്റ വാക്ക് പറയട്ടെ, പവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം കാണുന്നു. പവർ, അധികാര രൂപങ്ങൾ മാത്രമാണ് കാണുക. ഇനി ഈ അധികാര രൂപങ്ങളെല്ലാം രേഖപ്പെടുത്തണമെന്നുമില്ല. ഇവിടെ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോൾ അവർക്കെതിരെ വരാൻ കഴിയുന്ന അധികാര രൂപത്തെ പുസ്തകത്തിലേക്ക് ആനയിക്കില്ല. തങ്ങൾക്ക് കുഴപ്പം പിടിച്ചൊന്നും പറയില്ല. ദമനം ചെയ്യേണ്ടതിനെ ദമനം ചെയ്തും പ്രശ്നമുള്ളതിനെ ഒഴിവാക്കിയും. ഇതാണ് സപ്രഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ എന്ന് വിളിക്കുന്നത്. സപ്രസ് ചെയ്യുക, അടിച്ചമർത്തുക, എക്സ്ക്ലൂഡ് ചെയ്യുക, ഒഴിവാക്കുക അല്ലേ. ഇപ്പൊ കേരളത്തിലെ വീടുകളുടെ ചരിത്രം എഴുതിയപ്പോൾ 4 കെട്ടും 8 കെട്ടും മാത്രമേ വന്നുള്ളൂ. കേരളത്തിൽ എത്ര പേരാണ് 4 കെട്ടിലും 8 കെട്ടിലും കിടക്കുന്നത് അല്ലേ? എല്ലാം കൂടെ കണക്കെടുത്താൽ ഒരു 100 എണ്ണത്തെ താഴെ കാണുകയുള്ളൂ 8 കെട്ട് കേരളത്തിൽ. ബാക്കി വർഗബഹുജനങ്ങൾ കിടക്കുന്ന സാധാരണ വീടുകളെ കുറിച്ച് പഠനമേ ഇല്ല. ഇത് തന്നെ കാര്യം. അപ്പോൾ കേരളത്തിലെ വീടുകളുടെ ചരിത്രം എന്നൊരു പുസ്തകം ഉണ്ടാവുകയും അത് 8 കെട്ടിൽ ഒതുങ്ങുകയും ചെയ്യുമ്പോൾ കാണുന്ന അശ്ലീലത, ഇതിനെയാണ് സാംസ്കാരിക അശ്ലീലത്വം എന്ന് വിളിക്കുന്നത്. ഈ അശ്ലീലത നിറഞ്ഞതായിരുന്നു കൊളോണിയൽ ചരിത്രകാരന്മാരുടെ കൊളോണിയൽ റൈറ്റിങ്സ്. ഇവിടെ മാത്രമല്ല കേട്ടോ, ആഫ്രിക്കയെക്കുറിച്ച്, ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിലെ വിവിധ രാജ്യങ്ങളെക്കുറിച്ച് വെള്ളക്കാരായിട്ടുള്ള
മിഷണറിമാരായിട്ടുള്ള അധികാരവർഗ്ഗങ്ങൾ എഴുതിയ ചരിത്രങ്ങളും ഇതായിരുന്നു. ഇതിനെയാണ് നമ്മൾ ഹിസ്റ്ററി ഫ്രം ഹൈ എന്ന് വിളിക്കുന്നത്. അതൊരു പരിപ്രേക്ഷ്യമാണ്, ഇതൊരു മെത്തഡോളജിയാണ്. ഹിസ്റ്ററി ഫ്രം ഹൈ, മുകളിൽ നിന്ന് നോക്കുക, അധികാരപക്ഷത്തു നിന്ന് നോക്കുക, അധികാരമുറപ്പിക്കാൻ വേണ്ടിയുള്ള കരുക്കൾ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെയുണ്ട്, തങ്ങളുടെ അധികാരം പോകാതിരിക്കാൻ വേണ്ടിയുള്ള കരുക്കൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ ഇന്ന് റീഡ് ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത്, സത്യത്തിൽ ജെയിംസ് മിൽ എഴുതിയ ഈ പുസ്തകത്തിനകത്താണ് ഇന്ത്യക്കാരുടെ ചരിത്രത്തെ മൂന്നായി തിരിക്കുന്നത്. ഒന്ന് ഹിന്ദു ഘട്ടം, ഹിന്ദു ഏജ്, മുസ്ലിം ഘട്ടം. ആലോചിച്ച് നോക്കൂ, ബ്രിട്ടീഷ് ഏജ്, ബ്രിട്ടീഷ് ഘട്ടം. മൂന്നായിട്ടായി ഭാരത ചരിത്രത്തെ ബ്രിട്ടീഷുകാർ തിരിക്കുന്നത്. അവിടെ തന്നെ ആദ്യം തന്നെ ഉണ്ടാക്കിയൊരു ബൈനറി ഹിന്ദു വേഴ്സസ് മുസ്ലിം എന്നാണ്. ഹിന്ദുവിൻ്റെ അപരസ്ഥാനമായി മുസ്ലിമിനെ കൽപ്പിച്ചതിൽ ചരിത്രത്തിന് പങ്കുണ്ട്, ചരിത്ര പുസ്തകത്തിന് പങ്കുണ്ട്. നമ്മൾ ഓർമ്മിക്കാറില്ല. അപ്പോൾ ചരിത്രം എടുത്ത് ചെറിയൊരു ഏർപ്പാടല്ല, ഒരു പാസീവായ രചനയല്ല, ഇറ്റ് ഈസ് ട്രൂ പൊളിറ്റിക്കൽ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അത് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സംരചനയാണ്. അതിനകത്ത് കാരണം പിന്നീട് വരുന്ന ആൾക്കാരെ സ്പർശിക്കുന്ന കണ്ണാടി സമ്മാനിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ 2 വാല്യങ്ങളിൽ എഴുതപ്പെട്ട ഈ പുസ്തകമുണ്ടല്ലോ, ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ, അത് വായിച്ചാണ് ഇന്ത്യക്കാരെ കണ്ടത്. കാരണം ഈ പുതിയ സ്കൂളുകൾ സ്ഥാപിക്കുന്നു, പുതിയ കരിക്കുലങ്ങൾ വരുന്നു, ഇംഗ്ലീഷ് സ്ഥാപനങ്ങൾ വരുന്നു, അവിടെയൊക്കെ പുതിയ സിലബസുകൾ വരുന്നു. അവിടെയൊക്കെ പഠിക്കാൻ വെച്ചിരുന്നത് ബ്രിട്ടീഷ് ഹിസ്റ്ററി ആണ്. ഹിസ്റ്ററി ഓഫ് ഈ പറഞ്ഞ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഹിസ്റ്ററി പറയുന്ന ജെയിംസ് മില്ലിൻ്റെ പുസ്തകങ്ങളാണ്. പാവം പിടിച്ച ഇന്ത്യക്കാരടക്കം തങ്ങളുടെ ചരിത്രത്തെ കണ്ടത് ഈ ബ്രിട്ടീഷുകാരൻ്റെ കണ്ണിലൂടെയാണ്. ഇതിന് ശേഷം കുറച്ച് കാലം കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യം, നമ്മുടെ നാട്ടുകാർ തന്നെ, ഇന്ത്യക്കാർ തന്നെ ഇന്ത്യയുടെ ചരിത്രം എഴുതാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴും സംഭവിച്ചത് എന്താണെന്നറിയാമോ? ആള് മാറിയെന്നേ ഉള്ളൂ, പെർസ്പെക്റ്റീവ് കൊളോണിയൽ പെർസ്പെക്റ്റീവ് ആയിരുന്നു. കാരണം ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചാൽ എപ്പോഴും അങ്ങനെയാണ്, നമ്മൾ ആ വളയത്തിൽ ചാടാൻ ശ്രമിക്കും. അതുകൊണ്ട് ഞാൻ സാധാരണ എൻ്റെ ഗവേഷകരോട് പറയാറുണ്ട്, നിങ്ങൾ ശോധഗംഗയിലെ തീസിസുകൾ പരിശോധിക്കുന്നത് നല്ലതാണ്, അതേ വളയം സ്വീകരിക്കണോ എന്നുള്ളത് രണ്ടാമതൊന്ന് ആലോചിക്കണം. കാരണം നേരത്തെ ഉള്ള വളയത്തെ ക്രിട്ടീക്ക് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ പുതിയ വളയം സൃഷ്ടിക്കാൻ. അതിൽപ്പെടും. കാരണം വളയം എന്ന് പറയുന്നൊരു ഫ്രെയിം വർക്കാണ്. അപ്പോൾ തൊട്ട് മുമ്പ് വന്നൊരു പഠനത്തെ അതേപടി എടുത്തു വെക്കുന്നതിൽ പന്തികേടുണ്ട്. നമുക്ക് പുതിയ കാലത്തോട് സംവദിക്കുന്ന പുതിയ വളയങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് റിസർച്ചിനെ സമകാലികമാക്കാൻ വേണ്ടി ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട ദൗത്യം. അതുകൊണ്ട് നിങ്ങൾക്ക് പഴയ പുസ്തകങ്ങളും തീസിസുകളും റെഫർ ചെയ്യുമ്പോൾ ഈ കാര്യം ഓർമ്മിക്കണം. അപ്പോൾ ഫ്രെയിം വർക്ക് എങ്ങനെയെന്ന് നിങ്ങൾ ആലോചിക്കണം. ഞാൻ തിരിച്ചു വരട്ടെ. ഇന്ത്യക്കാരായ ഹിസ്റ്റോറിയൻസ് ജെയിംസ് മില്ലിന് ശേഷം ചരിത്രം പലമാതിരി എഴുതി. പക്ഷെ എഴുതിയത് ഇന്ത്യക്കാരുടെ പേരിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ മെത്തഡോളജി, ആ വാക്ക് പരിചയപ്പെടൂ, മെത്തഡോളജി കൊളോണിയൽ മെത്തഡോളജി ആയിരുന്നു എന്നാണ് അർത്ഥം. അത് മാറി വരാൻ കുറേ സമയമെടുത്തു കേട്ടോ. അത് മാറി 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 വരാൻ കുറേ സമയമെടുത്തു. പിന്നീട് ടി.ഡി. കൊസാംബിയിലേക്കും പിന്നീട് റൊമീല താപ്പറിലേക്കും ഒക്കെ വരുന്നതാണ് ഇന്ത്യയുടെ ചരിത്രം എഴുത്ത് പദ്ധതികൾ. പോകട്ടെ, ഞാനിത് സൂചിപ്പിച്ചത് ഒരു കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടാനാണ്. ഇപ്പം ഭാരതത്തെ സംബന്ധിച്ച് പറഞ്ഞ കാര്യം ഞാൻ കേരളത്തിലേക്കൂടെ ഒന്ന് മാറ്റിപ്പിടിക്കാം. കേരളത്തിലെ പ്രധാനപ്പെട്ട ചരിത്ര പുസ്തകങ്ങൾ ഏതൊക്കെയാണ്, ആരൊക്കെയാണ് എഴുത്തുകാർ എന്ന് ചോദിച്ചാൽ നമ്മൾ ശ്രീധരമേനോൻ്റെ പേര് ആദ്യം പറയും. ഇളംകുളത്തിൻ്റെ പല പുസ്തകങ്ങളും പറയും. P.K. ഗോപാലകൃഷ്ണനെ നമ്മൾ വേണമെങ്കിൽ ആ കൂട്ടത്തിൽ പരിഗണിക്കും. M.G.S. നാരായണനെ കുറിച്ച് പറയും, രാജൻ ഗുരുക്കൾ, രാഘവായർ, ഇങ്ങനെ പറയും. ഇവരൊക്കെ എഴുതിയ കേരളത്തിൻ്റെ സമഗ്ര ചരിത്രം എന്നുള്ള പേരിലുള്ള പുസ്തകങ്ങളുണ്ട്. സമഗ്ര ചരിത്ര പുസ്തകങ്ങൾ ഉണ്ട്. ഇപ്പോൾ കേരള ചരിത്രം എന്നൊരു പുസ്തകമുണ്ട്, അതിന് തന്നെ ഇംഗ്ലീഷ് ഉണ്ട്, കേരള ഹിസ്റ്ററി. കേരള സംസ്കാരം എന്നുള്ള പേരിൽ ഒരു പുസ്തകമുണ്ട്, കേരള കൾച്ചർ. നമ്മളൊക്കെ മലയാള പാഠപുസ്തകത്തിൽ വർഷങ്ങളോളം കിടക്കുന്ന സിലബസിൻ്റെ ഭാഗമായ പുസ്തകങ്ങളാണ് ഇവയൊക്കെ. നമ്മൾ ഈ പുസ്തകങ്ങളൊക്കെ ഒന്ന് മറിച്ചു നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. ഏത് ചരിത്ര പുസ്തകം, സമഗ്ര ചരിത്ര പുസ്തകം എന്ന രീതിയിൽ വരുന്ന പുസ്തകങ്ങൾ നിങ്ങൾ മറിച്ചു നോക്കിയാൽ, കേരള ചരിത്ര പുസ്തകങ്ങൾ മറിച്ചു നോക്കിയാൽ നിങ്ങൾ കാണുന്ന ആദ്യ ഏടുകൾ, ആദ്യ അധ്യായങ്ങൾ എന്തായിരിക്കും എന്നറിയാമോ? ഏത് ചരിത്ര പുസ്തകം നോക്കിയാലും സംഘകാലത്തെക്കുറിച്ചായിരിക്കും പറയുക. തെറ്റൊന്നുമില്ല, സംഘകാലത്തെക്കുറിച്ച് പറയും. സംഘകാലത്തെ അവിടെ പിൻ പോയിന്റ് ചെയ്യാൻ വേണ്ടി ആയി രാജവംശത്തെ കൊണ്ട് വെക്കുകയും ചെയ്യും. ആദ്യകാലത്ത് രാജവംശമില്ല, പക്ഷെ പിന്നീട് കാണുന്നൊരു ഡൈനാസ്റ്റി ആയി രാജവംശമാണ്. അപ്പോൾ ആയി രാജാക്കന്മാരെ കുറിച്ചൊക്കെ പറയുകയും
അങ്ങനെ ഒന്നാമത്തെ അധ്യായം അവസാനിക്കും. ചിലരിതിനെ 2 അധ്യായമായിട്ട് എഴുതും. ഈ വ്യത്യാസങ്ങളേ ഉള്ളൂ. അടുത്ത കാണുന്നത് എന്താണെന്നറിയാമോ? അടുത്ത അധ്യായങ്ങൾ എന്ന് പറഞ്ഞാൽ ചേര സാമ്രാജ്യത്തെക്കുറിച്ചുള്ള പറച്ചിലാണ്. 1-ാം ചേര സാമ്രാജ്യം. ചില ആൾക്കാർ ചേരന്മാരെന്ന് വിളിക്കണം എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് ഇതേ കാര്യം തന്നെ അപ്പുറത്ത് പറയും. ആരാന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ പറയുമ്പോൾ. പിന്നീട് 2-ാം ചേര സാമ്രാജ്യത്തെക്കുറിച്ച് പറയും. 2-ാം ചേര സാമ്രാജ്യത്തിലെ അവസാനത്തെ ആളെക്കുറിച്ച് പറയും. അവസാനത്തെ ആൾ മക്കയിലേക്കാണോ പോയത്, ബുദ്ധമതം സ്വീകരിച്ചോ? വലിയ ചർച്ചയാണ് നമ്മുടെ കേരളത്തിലെ ഒരു കാലത്തെ. ഹിസ്റ്റോറിയൻസ് തമ്മിൽ അടിപിടി കൂടിയത് ഈ അവസാനത്തെ പെരുമാൾ എങ്ങോട്ട് പോയി എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ചില പുസ്തകങ്ങളിൽ ബുദ്ധമതം സ്വീകരിച്ചു, ചില പുസ്തകങ്ങളിൽ മക്കയിലേക്ക് പോയി. എന്തായാലും അതോടുകൂടി ചേര ഡൈനാസ്റ്റി തകരുന്നു. ഇതെല്ലാം ഏതാണ്ട് ഒരേപോലെ പറയും. ഭാഷയിലുള്ള വ്യത്യാസം, ചില ഡേറ്റയിലൊക്കെ ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നീട് നമ്മൾ അപ്പോഴത്തെ 12-ാം നൂറ്റാണ്ടായി. പിന്നെ നമ്മൾ കാണുന്നത് സ്വരൂപങ്ങളുടെ കാഴ്ചയാണ്. ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങൾക്ക് മുമ്പുള്ള ഒരു പ്രത്യേക സെറ്റിൽമെൻറ്റ് വ്യവസ്ഥയും അധികാര രൂപവുമാണ് സ്വരൂപങ്ങൾ. മധ്യകാല കേരളത്തിലെ സ്വരൂപങ്ങൾ, പാലങ്ങാട് സ്വരൂപം, തൃപ്പാപ്പൂർ സ്വരൂപം പോലെയുള്ള സ്വരൂപങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും അവിടുത്തെ നാടുവാഴി പ്രഭുത്വത്തെക്കുറിച്ചുള്ള വാഴ്ത്തലും അപ്പോഴത്തെ ഭരണക്രമങ്ങളും ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ, 64 ക്ഷേത്രങ്ങൾ, ഇങ്ങനെ പറയുന്ന പല കാര്യങ്ങളും. അത് കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുക? സ്വരൂപങ്ങൾ തകർന്ന് അല്ലെങ്കിൽ ലയിച്ച് നാട്ടുരാജ്യം ഉണ്ടാകുന്നു എന്നതാണ് 4-ാമത്തെ 5-ാമത്തെ ചാപ്റ്റർ. നാട്ടുരാജ്യങ്ങൾ ഉണ്ടാകുന്നു. വേണാട്, കൊച്ചി, ഇങ്ങനെയൊക്കെയുള്ള നാട്ടുരാജ്യങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് പറയും. അവിടുത്തെ ഭരണകർത്താക്കളെക്കുറിച്ച് പറയും. അവരുടെ ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് പറയും. റൈറ്റ്. പിന്നീട് ചില നാട്ടുരാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് ഡൈനാസ്റ്റി വലുതാക്കുന്നതിനെ കുറിച്ച് പറയും. ഉദാഹരണം, തിരുവിതാംകൂറായിട്ട് വേണാട് മാറുന്നതിനെ കുറിച്ച് പറയും. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് പടിഞ്ഞാറ് നിന്നൊരു കപ്പൽ വന്നുവെന്നും വാസ്കോഡ ഗാമ വന്നുവെന്നും കപ്പൽ ഇറങ്ങിയെന്നും പറയും. അങ്ങനെ പുതിയൊരു കൊളോണിയൽ കാലത്തെക്കുറിച്ച് പറയും. ആദ്യഘട്ടത്തിൽ വിദേശീയർ വന്നിരുന്നു, അത് പണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ കാപ്പാട് വന്നിറങ്ങിയ വാസ്കോഡ ഗാമയെക്കുറിച്ച് പറയുന്നു. പിന്നെ പോർച്ചുഗീസുകാരുടെ വരവായി, ഡച്ചുകാരായി, ഫ്രഞ്ചുകാരായി, അതിലേക്ക് പോകും. തമ്മിലുള്ള യുദ്ധങ്ങളായി, രാജാക്കന്മാർ തമ്മിലുള്ള കൊള്ളൽ കൊടുക്കലായി, ബ്രിട്ടീഷുകാർ ഒടുവിൽ വരുന്നു, മലബാർ പിടിച്ചെടുക്കുന്നു. തിരുവിതാംകൂറിലുണ്ടായിട്ടുള്ള വലിയ സമരങ്ങൾ, ആറ്റിങ്ങൽ സമരങ്ങൾ, ലഹളകൾ, ഇതൊക്കെയാണല്ലോ പിന്നീട് നമ്മൾ കാണുന്ന പുസ്തകങ്ങളിലെ സംഭവങ്ങൾ, ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ്. പിന്നീട് ഒടുവിൽ എന്ത് സംഭവിക്കുന്നു? ദേശീയ പ്രസ്ഥാനം ഉടലെടുക്കുന്നു. ഗാന്ധി എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള കാര്യങ്ങൾ, ഗാന്ധി ഇവിടേക്ക് വരുന്നതിനെ സംബന്ധിച്ച്. പിന്നീട് നവോത്ഥാന മൂവ്മെൻറ്റിനെ കുറിച്ച് പറയും. ഒടുവിൽ 56-ൽ കേരളം രൂപീകൃതമായി. 47-ൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നു. തിരുക്കൊച്ചി സംസ്ഥാനം രൂപപ്പെടുന്നു. 56-ൽ കേരളം. ഇതുകൊണ്ട് ഏതാണ്ട് അവസാനിക്കും ചരിത്ര പുസ്തകങ്ങൾ. ഈ ചരിത്ര പുസ്തകങ്ങൾ തരക്കേടുണ്ടോ എന്ന് വെച്ചാൽ തരക്കേടൊന്നുമില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ഈ ചരിത്ര പുസ്തകം, ഈ ചരിത്രം എഴുത്ത്, ഞാനിപ്പോൾ പറഞ്ഞ് കേൾപ്പിച്ച മെത്തഡോളജി ഒരു കൊളോണിയൽ ചരിത്രം എഴുത്തിൻ്റെ മെത്തഡോളജിയാണ്. ഇങ്ങനെയാണ് കോളനി വക്താക്കൾ ചരിത്രം എഴുതിയത്. അതേ മെത്തഡോളജി നമ്മൾ പിൻപറ്റിയിട്ടാണ് ഇങ്ങനെ എഴുതിയിരുന്നത്. എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഒരു ചോദ്യമാണ്, നിങ്ങൾ ഈ ചരിത്രം മൊത്തം എഴുതിയത് ഭരിച്ചവരെ മുൻനിർത്തിയാണ്. ഭരിക്കപ്പെട്ടവരെവിടെ? ഒറ്റ ചോദ്യത്തിൽ തകർന്നു പോവുകയാണ് ഈ ചരിത്രം മൊത്തവും. ഭരിച്ചവരെ മുൻനിർത്തിയാണ്, പവറിൻ്റെ കേന്ദ്രത്തെ മുൻനിർത്തിയാണ് ഈ ചരിത്രങ്ങളെല്ലാം. ഭരിക്കപ്പെട്ടവരെവിടെ? 1000 രാജാക്കന്മാർ ഭരിച്ചിരുന്നപ്പോൾ ഇവിടുത്തെ ജനത എവിടെ? ഇവിടുത്തെ കീഴാളർ എവിടെ? ഇവിടുത്തെ പെണ്ണുങ്ങൾ, സബാൾട്ടേൺ എവിടെയെന്നാ ചോദ്യം. പാഡി ഫീൽഡിൽ ജോലി ചെയ്യുന്നവിടെ എവിടെ? വർഗ ബഹുജനങ്ങൾ എവിടെ? അവരാണല്ലോ അടിസ്ഥാന വർഗം. അവരാണല്ലോ സമൂഹത്തെ നിലനിർത്തുന്നത്, അല്ലേ? ഉൽപാദന വിതരണ ക്രമങ്ങളിൽ ഏർപ്പെടുന്നത് ആര്? കൃഷിയിൽ ഏർപ്പെടുന്നത് ആര്? മറ്റു കാര്യങ്ങളിലേക്ക് ഏർപ്പെടുന്നത് ആര്? വീടും കൊട്ടാരവും സംരക്ഷിക്കുന്നത് ആര്? ഉണ്ടാക്കിയെടുക്കുന്നത് ആര്? വിയർപ്പൊഴുക്കുന്നത് ആര്? എന്ന് വെച്ചാൽ ഇതൊന്നും ജനതാ ചരിത്രമായിരുന്നില്ല, ഇതൊന്നും പീപ്പിൾസ് ഹിസ്റ്ററി ആയിരുന്നില്ല. മറിച്ച് സാധാരണപ്പെട്ട മനുഷ്യരെ അടക്കി ഭരിച്ചിരുന്ന രാജാക്കന്മാരെ മുൻനിർത്തി നടത്തിയ നോട്ടങ്ങളാണ് ഇന്നോളമുള്ള ചരിത്രങ്ങൾ എന്ന ഒരു പെർസ്പെക്റ്റീവ് മുമ്പോട്ട് വെക്കുന്നു. സത്യത്തിൽ ഇങ്ങനൊരു പെർസ്പെക്റ്റീവ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയില്ല. സത്യത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം നമ്മൾ ആദ്യകാലത്ത് ചോദിച്ചിരുന്നില്ല. അതിന് കാരണം അങ്ങനൊരു ചോദ്യം ഒരുങ്ങി വരാനുള്ള സാമൂഹ്യ സാഹചര്യം ഒരുങ്ങിയിരുന്നില്ല. അങ്ങനെയാണ്.
എപ്പോഴും ചരിത്ര സന്ദർഭം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ. കാണുന്നതിലെ ഒരു അക്ഷരവും എൻ്റെ വംശത്തെ പറ്റി എന്ന് പാട്ട് എഴുതുന്ന സാഹചര്യം നവോത്ഥാനം ഉണ്ടാക്കി കൊടുത്തതാണ്. അതുകൊണ്ട് നവോത്ഥാന കാലത്തിൻ്റെ സന്തതിയാണ് പൊയ്കയിലപ്പച്ചൻ. തിരിച്ചും പൊയ്കയിലപ്പച്ചനും കൂടി ഉണ്ടാക്കിയതാണ് നവോത്ഥാനം. ഇതാണ് റെസിപ്രോക്കാലിറ്റി ചരിത്രത്തിൻ്റെ. 12-ാം നൂറ്റാണ്ടിൽ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായി വരാനുള്ള ചരിത്ര സാഹചര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ്. അതുകൊണ്ട് 19-ാം നൂറ്റാണ്ടിൻ്റെ സന്തതികളാണ് ഇവരൊക്കെ. ആ ചരിത്ര സാഹചര്യമാണ് ഇവരെ ഉൽപ്പാദിപ്പിച്ചത്, ഈ ചോദ്യത്തെ ഉൽപ്പാദിപ്പിച്ചത് എന്ന് പറയുന്നത് പോലെ നാളിതുവരെ എഴുതപ്പെട്ട ചരിത്രങ്ങളെല്ലാം ഹിസ്റ്ററി ഫ്രം ഹൈ ആണല്ലോ, അത് പവറിനെ വാഴ്ത്തുകയാണല്ലോ, അതെല്ലാം രാജാക്കന്മാരെയും ഭരണാധികാരികളെയും മുൻനിർത്തിയാണല്ലോ എഴുതിയത്. അവിടെ ഒന്നും സാധാരണപ്പെട്ട ജനങ്ങളില്ലല്ലോ, കോമൺ പീപ്പിൾ ഇല്ലല്ലോ, പ്രോലിറ്റേറിയൻസ് ഇല്ലല്ലോ എന്നൊരു ചോദ്യം ചോദിക്കാൻ നമുക്ക് 950 വരെ കാത്തിരിക്കേണ്ടി വന്നു. 1950കളുടെ മധ്യത്തിലാണ് ഈ ചോദ്യം ചോദിച്ചു തുടങ്ങുന്നത്. ആ ചോദ്യം ചോദിച്ചു തുടങ്ങുന്നതും യൂറോപ്പിൽ നിന്ന് തന്നെയാണ്. ഇതാണ് ചരിത്രത്തിൻ്റെ വൈപരീത്യം എന്നത്.